ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആ ജോലിക്കാരെ കണ്ടിട്ട് എന്റെ വർഷയെ പോലെ ഉണ്ടല്ലോ. വർഷ ഈ കോവിലകത്തുണ്ടോ? എപ്പോഴെങ്കിലും ഏട്ടാന്ന് വിളിച്ചോണ്ട് തിരിച്ചു വരുമെന്ന് കാതോർത്തിരിക്കുവാ ഞാൻ. മോനെ, അച്ഛൻ വിളിച്ചതിന്റെ കാര്യം പറ. അത് മോനെ, നിനക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. വർഷമോളുടെ മരണാനന്തര ചടങ്ങുകൾ നടത്തുകയാ. അച്ഛാ, അച്ഛൻ എന്തായി പറയുന്നേ? മോളെക്കുറിച്ച് ഇതുവരെ ഒരു വിവരവും കിട്ടിയില്ലല്ലോ മോനെ. അവള് ജീവിച്ചിരിപ്പില്ല എന്ന് തന്നെ വിശ്വസിക്കേണ്ട അവസ്ഥയല്ലേ? അവസാനമായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥരെയും കണ്ടു. അവരും പ്രതീക്ഷ വേണ്ടെന്നാ പറഞ്ഞത്. മലയടിവാരത്തിലെ കാണിമൂപ്പന്റെ നേതൃത്വത്തിൽ ഒരു തെരച്ചിൽ നടത്തിയിരുന്നു. എല്ലാവരുടെയും പ്രതീക്ഷ നഷ്ടമായി മോനെ. ഇനി പ്രതീക്ഷ വേണ്ടെന്നാ അവരും പറയുന്നത്. അവൾക്ക് വേണ്ട കർമ്മങ്ങൾ നടത്താതെ അച്ഛനൊരു മനസ്സമാധാനവും ഇല്ല മോനെ. ഞാൻ അവളുടെ അച്ഛനായി പോയില്ലേ മോനെ. ഇന്നാണ് ചടങ്ങ്. മോൻ നിർബന്ധമായും പങ്കെടുക്കണം. സമയത്ത് വിളിച്ചു പറഞ്ഞു എന്നുള്ള തെറ്റിദ്ധാരണയൊക്കെ മാറ്റണം. മോനെ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ടാ. മോനെ, നീ വരില്ലേ? എന്തെങ്കിലും ഒന്ന് പറ. ചടങ്ങിന് മോൻ വരില്ലേ? അച്ഛാ, അത് വർഷം മരിച്ചിട്ടില്ല അച്ഛ. എന്റെ വർഷയ്ക്ക് എന്നെ ഒറ്റയ്ക്കാക്കി പോവാൻ പറ്റില്ല. ഈ ചടങ്ങ് നടത്തരുത്. പറ്റില്ല മോനെ. പ്രശ്നം വച്ചപ്പോഴും അവൾ നഷ്ടപ്പെട്ടു എന്നാ തെളിഞ്ഞത്. അവളുടെ ആത്മാവിന് ശാന്തി ലഭിക്കണം. അതിനായി ബലികർമ്മങ്ങൾ നടത്തിയേ പറ്റൂ. അത് വരുന്നതും വരാതിരിക്കുന്നതും ഒക്കെ മോന്റെ യുക്തി പോലെയാകാം. എന്തായാലും ചടങ്ങ് നടത്തും. അച്ഛാ, അച്ഛാ, എല്ലാവർക്കും എന്റെ വർഷം മരിച്ചാ മതി. അവള് മടങ്ങി വരണമെന്ന് ഒരാഗ്രഹം ആർക്കുമില്ല. ആ ജോലിക്കാരെ കണ്ടിട്ട് എന്റെ വർഷയെ പോലെ ഉണ്ടല്ലോ. വർഷ ഈ കോവിലകത്തുണ്ടോ? മരിച്ചുപോയി അവളെങ്ങനെ കോവിലകത്തേക്ക് വരാൻ?
ദേവി, ഇവിടെ ആളെന്നെ കാണാതെ നീ രക്ഷിച്ചു. ശരി, ഞാൻ വരാം. അതിനു മുമ്പ് ആ ജോലിക്കാരി അങ്ങോട്ട് പോയി. അവള് വർഷയായിരിക്കോ? ഏയ്, ഒരിക്കലുമില്ല. എനിക്ക് തോന്നിയതായിരിക്കും. വിക്രം, എനിക്കൊരു അർജന്റ് കോൾ വന്നു, അതാ പുറത്തിറങ്ങിയത്. എന്തായാലും എന്റെ സങ്കടം നിങ്ങളോട് പറഞ്ഞപ്പോ വലിയ ആശ്വാസമായി. എന്റെ സങ്കടം കേട്ടതിന് ഒരുപാട് നന്ദിയുണ്ടമ്മേ. ഇനിയും സങ്കടം പറയാനുള്ളപ്പോ വിക്രമിന് ധൈര്യമായിട്ട് ഇവിടേക്ക് വരാം. ആരും ഇറക്കി വിടില്ല. നന്ദി. ഇനി മുതല് ഈ കോവിലകവും എന്റെ കുടുംബമാണ്. വെഴുതി വീണതോ അതോ ആരെങ്കിലും? ഈശ്വരൻ, എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിനക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും എന്നോടൊന്ന് പറയാറുന്നില്ലേ? മാനത്തെ കൊട്ടാ